സുഹൃത്തുക്കളായ ജാക്സണും ജെയിംസും പഴയ ലൈബ്രറിയിൽ വൈകിട്ട് കാണാമെന്ന് ജാക്സൺ ഫോൺ വിളിച്ചു പറഞ്ഞു. പക്ഷേ ജാക്സന്റെ ശബ്ദത്തിൽ എന്തോ ഭയം ഉണ്ടായിരുന്നു. മഴ പെയ്യുന്ന ഒരു വേളയിൽ ജെയിംസ് ലൈബ്രറിയിൽ എത്തി. പഴയ പുസ്തകങ്ങളുടെ മണം, നിശബ്ദമായ ഹാളുകൾ, മങ്ങിച്ചിരിക്കുന്ന ലൈറ്റുകൾ. പക്ഷേ ജാക്സനെ എവിടെയും കാണുന്നില്ല. ഇവിടെ തന്നെയല്ലേ വരാമെന്ന് പറഞ്ഞത്? ജെയിംസ് ലൈബ്രറി മുഴുവൻ തിരഞ്ഞു. അവസാനം പിന്നിലെ ഒരു ചെറിയ റൂമിലേക്ക് നടന്നു. അവിടെ നിലത്ത് വിരിച്ചിരുന്ന പഴയ കാർപ്പറ്റ് അല്പം മാറിയ നിലയിൽ കിടക്കുകയായിരുന്നു. സംശയം തോന്നി അവൻ കാർപ്പറ്റ് വലിച്ചു മാറ്റി. അതിനിടയിൽ ഒരു അണ്ടർഗ്രൗണ്ട് ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. ഹൃദയമിടിപ്പ് വേഗത്തിൽ മിടിക്കാൻ തുടങ്ങി. പക്ഷേ ഫ്രണ്ടിനെ കണ്ടെത്തണം എന്ന ചിന്തയിൽ അവൻ താഴേക്കിറങ്ങി. പടികൾ അവസാനിച്ചത് കനത്ത ഇരുട്ടുള്ള ഒരു മുറിയിലായിരുന്നു. ആ മുറിയിൽ ഒരു പഴയ കമ്പ്യൂട്ടറിൻ്റെ വെളിച്ചം മാത്രം. കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ഒരു പുസ്തകം. അത് കണ്ട നിമിഷം ജെയിംസ് ഞെട്ടി. അത് ജാക്സന്റെ ഫേവറേറ്റ് എഴുത്തുകാരൻ്റെ പുസ്തകമായിരുന്നു. ജാക്സൺ ഇവിടെ തന്നെയുണ്ട്, അവൻ ഉറപ്പിച്ചു. അപ്പോഴാണ് സ്ക്രീനിൽ ഒരു വിചിത്രമായ സ്പൈറൽ വെളിച്ചം തെളിഞ്ഞത്. ആ വെളിച്ചം ചുറ്റി ചുറ്റി തിരിയാൻ തുടങ്ങി. ജെയിംസിൻ്റെ കണ്ണുകൾ അതിൽ കുടുങ്ങി. അവൻ്റെ തല ചുറ്റി. ലോകം മുഴുവൻ ഇരുണ്ടു. അടുത്ത നിമിഷം അവൻ കണ്ണു തുറന്നപ്പോൾ ഒരു ഭീമൻ ഗുഹയ്ക്കുള്ളിലായിരുന്നു. അവിടെ നിന്ന് പല വഴികളും ഇരുട്ടിലേക്ക് നീളുന്നു. ജെയിംസ് എവിടെയാണ് എത്തിയത്? ജാക്സനെ അവൻ കണ്ടുപിടിക്കുമോ? അടുത്ത ഭാഗം കാണുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.